Good morning, students. നമ്മളിന്ന് കാണുന്ന ടോപ്പിക്ക് മാക്സ്വെൽസ് ഈക്വേഷൻസ് ഇൻസൈഡ് മാറ്റർ എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ മാക്സ്വെൽസ് ഈക്വേഷൻസ് കണ്ടു. മാക്സ്വെൽസ് ഈക്വേഷൻസ് ഇൻ സോഴ്സ് ഫ്രീ റീജിയൻ നമ്മൾ കണ്ടു അല്ലേ. നമ്മളിനി കൺസിഡർ ചെയ്യുന്നത് ഒരു മെറ്റീരിയൽ, നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പോളറൈസേഷൻ പോസിബിൾ ആണെങ്കിൽ, ഓർ ഇഫ് യു ക്യാൻ പോളറൈസ് ദാറ്റ് മെറ്റീരിയൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മാക്സ്വെൽസ് ഇക്വേഷൻ, നമ്മളിപ്പോൾ പഠിച്ച മാക്സ്വെൽസ് ഇക്വേഷൻ ഒന്നുകൂടി കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാറ്റിലേക്ക് മാറ്റി എഴുതാൻ കഴിയും. ഓക്കെ, ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോളറൈസ് ചെയ്യാവുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ബൗണ്ട് ചാർജസിൻ്റെയും ബൗണ്ട് കറൻസിൻ്റെയും അക്യുമുലേഷൻ ഉണ്ടാവും. Okay, so there will be the accumulation of bound charges and hence bound currents within that material. In such condition, we cannot directly control these bound charges and bound currents. So we have to rewrite these equations in terms of free charges and free currents. Okay. So we are considering the materials that can be polarized. So consider a material that can be polarized both electrically and magnetically, or we can say that the material can be polarized, material can be subjected to electric and magnetic polarization. Material can be subjected to electric and magnetic polarization. Okay. In such material, there will be accumulation of bound charges. There will be accumulation of bound charges and bound currents, and we can't directly control them. നമുക്ക് ഈ ബൗണ്ട് ചാർജസിനെയും ബൗണ്ട് കറൻസിനെയും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷനെ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, ഫോർ ദാറ്റ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാറ്റർ, അവിടെ നമ്മൾ പോളറൈസേഷനൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ പോളറൈസേഷൻ, ഇഫ് പി, ക്യാപിറ്റൽ പി ഈസ് ദ പോളറൈസേഷൻ എന്ന് പറയുന്നൊരു വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൗണ്ട് കറണ്ട് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി റോ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി എന്നുള്ള ഒരു ഇക്വേഷൻ. ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി റോ ബി എന്നുള്ളത് ഡെൽ ഡോട്ട് പി ആണ്. ഓക്കെ, ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച ഒരു റിലേഷനാണ്. അതേപോലെ തന്നെ മെറ്റീരിയലിന് ബൗണ്ട് കറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഫ് ക്യാപിറ്റൽ എം, നമ്മൾ പറഞ്ഞു ഇവിടെ ഇലക്ട്രിക് പോളറൈസേഷനാണിത്, ദിസ് ഇസ് ഇലക്ട്രിക് പോളറൈസേഷൻ, and if capital M is the magnetization, capital M ആണെങ്കിൽ you can write that bound currents JB is equal to del cross M. This is equation number 2. So bound charges del dot P ആണ്, ബൗണ്ട് കറണ്ട് എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എം ആണ്.
ഓക്കെ, നൗ നമ്മൾ ഒരു നോൺ സ്റ്റാറ്റിക് കേസാണ് എടുക്കുന്നതെങ്കിൽ, ഓക്കെ, ഈ ബൗണ്ട് ചാർജസിനും ബൗണ്ട് കറൻസിനും ഒക്കെ ഒരു എന്താ പറയുക, ചെറിയൊരു ഫ്ലോ ഉണ്ടാവും. ബൗണ്ട് ചാർജസിന് ചെറിയൊരു ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് റിസൾട്ട്സ് ഇൻ പോളറൈസേഷൻ കറണ്ട്. അത് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ കൺസിഡർ എ ടൈനി പോളറൈസബിൾ മെറ്റീരിയൽ. നമുക്കൊരു ചെറിയ ഒരു പോളറൈസബിൾ മെറ്റീരിയൽ കൺസിഡർ ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. ദിസ് ഇസ് എ പോളറൈസബിൾ മെറ്റീരിയൽ. ഇതിൻ്റെ ഒരെൻഡ് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് സെപ്പറേറ്റ് ചെയ്യുക. അതാണ് ബൗണ്ട് കറൻസിൻ്റെ കേസിൽ നമ്മൾ കാണാറ് അല്ലേ. സപ്പോസ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് സിഗ്മ ബി ഈസ് അറ്റ് വൺ എൻഡ് ആൻഡ് പ്ലസ് സിഗ്മ ബി ഈസ് ദ ചാർജ് ഡെൻസിറ്റി അറ്റ് ദ അതർ എൻഡ്. ഇത് പോളറൈസേഷൻ ചാർജ് ഡെൻസിറ്റിയാണ് സിഗ്മ ബി. പ്ലസ് സിഗ്മ ബി ഒരു എൻഡിലും മൈനസ് സിഗ്മ ബി മറ്റേ എൻഡിലുമായിട്ട് ഉണ്ട്. ഓക്കെ, നൗ നമുക്കവിടെ ഒരു ഏരിയ, ഇതൊരു സർഫസ് അല്ലേ, ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ ഡി എ ആയിട്ട് നമുക്ക് കാണിക്കാം. ഡി എ പെർപെൻഡിക്കുലർ. സോ ഡി എ പെർപെൻഡിക്കുലർ ഇസ് ദ ഏരിയ ഓഫ് ദാറ്റ് സർഫസ്. We can say this is in n cap is the direction of normal jet, and P is the polarization. This is capital P, which is the polarization. Okay, if we change the polarization with for a tiny amount, or നമ്മൾ ഈ പോളറൈസേഷൻ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുക. പോളറൈസേഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെയുള്ള ഈ രണ്ട് അറ്റത്തുമുള്ള ചാർജുകളുണ്ടല്ലോ, ചാർജ് ഓൺ ഈച്ച് എൻഡ് ചേഞ്ചസ്. നമ്മൾ പിയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് എൻഡിലുള്ള ചാർജസിന് എന്ത് സംഭവിക്കും, ചേഞ്ച് സംഭവിക്കും. ഓക്കെ, സോ ഈ ചാർജിന് ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, ഒരു കറണ്ട് ഉണ്ടാവും അല്ലേ. വി നോ കറണ്ട് ഡി ഐ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കറണ്ട്, അല്ലെങ്കിൽ കറണ്ട് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് ഡി ഐ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതാം അല്ലേ. നൗ ഇഫ് സിഗ്മ ബി ഈസ് ദ സർഫസ് കറണ്ട്, സർഫസ് ചാർജ് ഡെൻസിറ്റി, സിഗ്മ ബി എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ബി ഇൻറ്റു ഏരിയ എന്ന് എഴുതാം അല്ലേ. സിഗ്മ ബി ഇൻറ്റു ഏരിയ, ബിക്കോസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ബി. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ബി ഇൻറ്റു ഡി എ എന്ന് എഴുതാം. ഓക്കെ, സോ ഇത് നമ്മളിവിടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി ഐ ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടുക, വി ക്യാൻ സേ ദിസ് ഇസ് ഡോ ബൈ ഡോ ടി ഓഫ് സിഗ്മ ബി ഇൻറ്റു ഡി എ. So dA perpendicular is here area is given as dA perpendicular, that is why it's drawn like this. So from this di by dA perpendicular is equal to എന്താണ്, dou sigma b by dou t എന്ന് കിട്ടും. dou sigma b by dou t. Okay, now ഈ സിഗ്മ ബി എന്ന് പറയുന്നത് എന്തിനാ, പോളറൈസേഷൻ എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു, പോളറൈസേഷനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ് സിഗ്മ ബി അല്ലേ. പോളറൈസേഷൻ ചേഞ്ച് ചെയ്താൽ സിഗ്മ ബിയും കൂടും, അത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ സിഗ്മ ബിയും പോളറൈസേഷൻ തമ്മിലുള്ള റിലേഷനും മുമ്പ് കണ്ടിട്ടുണ്ട്. സിഗ്മ ബി ഈസ് ഈക്വൽ ടു പി ഡോട്ട് എൻ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു റിലേഷൻ. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു റിലേഷനാണ്. സിഗ്മ ബി ഈസ് ഈക്വൽ ടു പി ഡോട്ട് എൻ ക്യാപ്പ്. ഓക്കെ, എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ്റെ നോർമൽ ഡയറക്ഷന് വരുന്ന വെക്ടറാണ്. സോ രണ്ട് പോളറൈസേഷനും ഏരിയയുടെ നോർമലും, നോർമൽ നമ്മൾ വരയ്ക്കുന്ന നോർമലിൻ്റെ ഡയറക്ഷനും രണ്ടും ഇതിൽ ഈ ആസ് പെർ ദിസ് ഫിഗർ പോളറൈസേഷൻ ഈ ഡയറക്ഷനിലാണ്, ഏരിയ എൻ ക്യാപ്പും സെയിം ഡയറക്ഷനാണ്. സോ യു ക്യാൻ റീപ്ലേസ് ദിസ് ആസ് സിഗ്മ ബി ഈസ് ഈക്വൽ ടു പി ഡോട്ട് എന്നിന് പകരം പി എന്ന് നമുക്ക് കൊടുക്കാം. കാരണം എന്താണ്, സിൻസ് പി ആൻഡ് എൻ ആർ പാരലൽ. ഫിഗർ നോക്കിയാൽ നമുക്ക് കാണാം പിയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്,
P is in this direction, n cap അതേ ഡയറക്ഷൻ ആണ്. സോ P ആൻഡ് n ക്യാപ്പ് പാരലാണ്. അപ്പോൾ P ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ഇൻറ്റു n ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ആണ്. അപ്പോൾ P ഇൻറ്റു കോസ് തീറ്റയാണ് വരിക. തീറ്റയുടെ വാല്യൂ പാരലാണെങ്കിൽ കഴിഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. സോ സിഗ്മ ബി ഇസ് ഈക്വൽ ടു P എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻ, ഈ ഒരു റിസൾട്ട് നമ്മളെവിടെ ഉപയോഗിക്കുകയാണ്, ഈ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, ഡി ഐ ബൈ ഡി എ പെർപെൻഡിക്കുലർ ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി എന്നുണ്ട്. ഓക്കെ, ഇനി ഡി ഐ ബൈ ഡി എ പെർപെൻഡിക്കുലർ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, ദാറ്റ് ഈസ് current density, right? So this can be written as JP. JP means polarization current density. JP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ polarization current density ആണ്. ഓക്കെ, അപ്പോൾ ജെ പി എന്ന് പറയുന്നത് ഡോ പി ബൈ ഡോ ടി ആണ്, ഡോ സിഗ്മ വി ബൈ ഡോ ടി ആണ്. ഓക്കെ, പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി ഇസ് എ വെക്റ്റർ, സോ ദിസ് വിൽ ബി ആസ് ലൈക്ക് ദിസ്. ഇനി ഈ കറണ്ട് ഡെൻസിറ്റിക്ക് കാരണം എന്താണ്, നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു കറണ്ട് ഡെൻസിറ്റി ഉണ്ടായത്? ആ പോളറൈസ് ചെയ്യാവുന്ന മെറ്റീരിയലിൽ ഒരെൻഡ് പ്ലസ് സിഗ്മ ബി ആയിട്ടും മറ്റേ എൻഡ് മൈനസ് സിഗ്മ ബി ആയിട്ടും നിൽക്കുമായിരുന്നു. സോ ഓൾറെഡി ആ മെറ്റീരിയൽ ഇത്തിരി പോളറൈസ്ഡ് ആണ്. നമ്മൾ ആ പോളറൈസേഷൻ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. പോളറൈസേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം, പിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യണം. പോളറൈസേഷൻ ചേഞ്ച് ചെയ്ത സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സിഗ്മ ബിയുടെ വാല്യൂ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. സോ സിഗ്മ ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്തപ്പോഴാണ് നമ്മൾ ഇന്ന് കറണ്ട്, സിഗ്മ ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി ക്യൂവിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. ക്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്, ദാറ്റ് ഈസ് റിസൾട്ടിങ് ഇൻ കറണ്ട്, അല്ലേ? അപ്പോൾ പോളറൈസേഷൻ ചേഞ്ച് ചെയ്തത് കൊണ്ട് ബൗണ്ട് ചാർജസിന് ഒരു ഷിഫ്റ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ബൗണ്ട് ചാർജസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് സംഭവിച്ചു, ഒരു കറണ്ട് കിട്ടി. ആ കറണ്ടിനെ വിളിച്ച പേരാണ് എന്ത്, പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി, ജെ പി. ഓക്കെ, ഈ പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റിയും ബൗണ്ട് കറണ്ട് ഡെൻസിറ്റിയും രണ്ടും ഡിഫറൻ്റ് ആണ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി കണ്ടോ, ദിസ് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എം. ഇക്വേഷൻ നമ്പർ 2 പ്രകാരം നമുക്ക് കിട്ടിയതാണ് ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി ജെ ബി, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എം. മാഗ്നറ്റിക് പോളറൈസേഷൻ കൊണ്ട്, മാഗ്നറ്റൈസേഷൻ കൊണ്ട് ഉണ്ടായതാണ്. ഇവിടെ ഉണ്ടായ പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റിയോ, ദാറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രിക് പോളറൈസേഷൻ. ഇലക്ട്രിക് പോളറൈസേഷൻ കൊണ്ടുണ്ടായ ആളാണ് ജെ പി എന്ന് പറയുന്ന ടേം. ഓക്കെ, അപ്പോൾ ജെ പി എന്ന് പറയുന്ന പോളറൈസേഷൻ കറണ്ടിനുള്ള കാരണം ചാർജസിൻ്റെ ലീനിയർ മോഷനാണ്. ആ ലീനിയർ മോഷന് കാരണമായത് എന്താണ്, ഇലക്ട്രിക് പോളറൈസേഷനിൽ സംഭവിച്ച ചേഞ്ചാണ്. ഓക്കെ, ബൗണ്ട് കറൻസ് ആണെങ്കിലോ, ബൗണ്ട് കറൻസിന് കാരണം ജെ ബി എന്ന് പറയുന്ന ബൗണ്ട് കറൻസിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, ഡെൽ ക്രോസ് എം, അല്ലേ? അപ്പോൾ അവിടെ എമ്മിൽ വരുന്ന ചേഞ്ചാണ്, ഓർ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മാഗ്നറ്റൈസേഷൻ. മെറ്റീരിയലിൻ്റെ മാഗ്നറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ആരുള്ളത്, ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി ജെ ബി ഉള്ളത്. ഓക്കെ, സോ മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇൻവോൾവ്സ് സ്പിൻ ആൻഡ് ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. അതിലുള്ള ഇലക്ട്രോൺസിൻ്റെ സ്പിന്നും അതിൻ്റെ ഓർബിറ്റൽ മോഷൻസും ഒക്കെയാണ് ബൗണ്ട് കറണ്ട് ഡെൻസിറ്റിക്ക് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഉണ്ട്. എങ്ങനെയാണ് വാട്ട് ഈസ് ജെ പി ആൻഡ് വാട്ട് ഈസ് ജെ ബി, അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലാക്കുക. ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസേഷൻ current density ആണ്, and which is arised as a result of linear motion of charges due to, എന്തുകൊണ്ടാണ് ഇവിടെ ഇതിലെന്ത് കാരണവശാണ് ചാർജസ് മൂവ് ചെയ്യാനുള്ള കാരണം, ചേഞ്ച് ഇൻ പോളറൈസേഷൻ, ചേഞ്ച് ഇൻ ഇലക്ട്രിക് പോളറൈസേഷൻ. പിയുടെ വാല്യൂ ചേഞ്ച് ചെയ്തതാണ് എന്തിന് കാരണമായത്, അവിടെയുള്ള ചാർജിൻ്റെ ചേഞ്ചിന് കാരണമായത്. അതാണ് പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റിക്ക് കാരണമായത്. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അടുത്ത ആളാരാണ്, ജെ ബി.
അല്ലേ? അതെന്താണ്? ഇതെന്തുകൊണ്ടാണ്, എന്താണ് ഇതിന് പറയുന്നത്? ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി. ബൗണ്ട് കറണ്ട് ഡെൻസിറ്റിയാണ് ഇതിന് കാരണം. എന്താണ്? ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മാഗ്നറ്റൈസേഷൻ. എം ആണ് ഇതിന് കാരണമായത്. ഓക്കെ, മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇൻവോൾവ്സ് the spin and orbital motion of electrons. The spin and orbital motion of electrons. ഇലക്ട്രോൺസിൻ്റെ സ്പിന്നും അതിൻ്റെ ഓർബിറ്റൽ മോഷനുമാണ് എന്തിന് കാരണമായത്? ഈ ബൗണ്ട് കറണ്ട് ഡെൻസിറ്റിക്ക് കാരണമായത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റിയും ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി, രണ്ട് കറണ്ട് ഡെൻസിറ്റികൾ നമ്മൾ കൊണ്ടുവന്നു. ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി കാരണം മാഗ്നറ്റൈസേഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇലക്ട്രിക് പോളറൈസേഷൻ ചേഞ്ച് ചെയ്തത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവിടെ ചാർജ് എൻഡിലുള്ള ചാർജസ് ചേഞ്ച് ചെയ്തു. ചാർജ് ചേഞ്ച് ചെയ്തപ്പോൾ കറണ്ട് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പോളറൈസേഷൻ കറണ്ട് കൊണ്ടുവന്നു, അല്ലേ? ഈ പോളറൈസേഷൻ കറണ്ടിൻ്റെ കണ്ടീഷൻ നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് കിട്ടിയ ആളാണ് പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി. ഈ പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് അത് പറയുന്ന അങ്ങനെ ഒരു ടേം നമ്മൾ കൊണ്ടുവന്ന് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള വഴി എന്താണ്? ചാർജ് കൺസർവേഷൻ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ലോ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ചാർജ് കൺസർവേഷൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമ്മൾ പറയുന്ന ആരാണ്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഈ ജെ പി എന്ന് പറയുന്ന കറണ്ട് ഡെൻസിറ്റി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നത്? ഇങ്ങനെയുള്ള നമ്മൾ പറഞ്ഞ ഈ പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന ആ ഒരു അസംഷൻ, പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു കറണ്ട് ഡെൻസിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അത് ശരിയാണ്, അതിൻ്റെ പ്രസൻസ് നമുക്ക് അംഗീകരിക്കാവുന്നതാണ് എന്ന് പറയുന്ന അപ്പം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന ജെ പി എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ചെക്ക് ദ കൺസിസ്റ്റൻസി ഓഫ് ജെ പി. ഓക്കെ, ചെക്ക് കൺസിസ്റ്റൻസി ഓഫ് പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി ജെ പി. ഓക്കെ, ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ അവർ or we have to satisfy the equation of continuity. For that, take divergence of JP. Polarization current density യുടെ divergence എടുക്കുക. Divergence എന്ന് പറഞ്ഞാൽ എന്താണ്? del dot JP is equal to JP യുടെ എക്സ്പ്രഷൻ എന്താണ്? JP is equal to നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? dou P by dou T, അല്ലേ? JP is equal to ഡോ പി ബൈ ഡോ ടി. നമ്മളതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡെൽ ഡോട്ട് ഉണ്ട്, ഡെൽ ഡോട്ട് ജെ പിക്ക് പകരം ഡോ പി ബൈ ഡോ ടി എന്നാക്കി മാറ്റി. ഓക്കെ, സോ ഫ്രം ദിസ് നമുക്ക് ഡോ ബൈ ഡോ ടിയും ഡെല്ലും അത് നമുക്ക് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാം. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് പി എന്ന് കിട്ടും. ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് പി. Now check what is del dot p. Del dot p എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. del dot p is equal to rho b. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. del dot p is equal to rho b എന്ന് പറയുന്ന ഇക്വേഷൻ. ലുക്ക് അറ്റ് ദിസ്. നമ്മൾ ഫസ്റ്റ് എടുത്ത റിലേഷനാണ്. del dot p is equal to minus rho b. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ആണ് നമ്മൾ പറയുന്നത്. del dot p is equal to minus rho b എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. Okay, so you can use equation number 1 here. Then del dot p is equal to minus rho b, അല്ലേ? ഇവിടെ del dot p ക്ക് പകരം എന്ത് കൊടുക്കാം? മൈനസ് റോ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ del dot JP is equal to minus dou rho b by dou t എന്ന് കിട്ടും. അല്ലേ? del dot j is equal to minus dou rho by dou t. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി.
അല്ലേ? അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെടുത്ത ഈ അസംഷൻ എന്താണ്? ജെ പി ഇസ് ഈക്വൽ ടു ജെ പി എന്ന് പറയുന്ന ഒരു പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു കറണ്ട് ഡെൻസിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞ ആ അസംഷൻ നമ്മുടെ പോളറൈസേഷൻ കൊണ്ട് ഇലക്ട്രിക് ചാർജസിൻ്റെ ലീനിയർ മോഷൻ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടുണ്ടായ കറണ്ട് ഡെൻസിറ്റിയാണ് പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞ കറണ്ട് ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു. ആൻഡ് ദാറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? റോ ബിയുടെ എക്സ്പ്രഷൻ പറഞ്ഞു, മൈനസ് ഡെൽ ഡോട്ട് ടി വിച്ച് ഇസ് അറൈസ് ഡ്യൂ ടു ദ പോളറൈസേഷൻ ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റീരിയൽ പോളറൈസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ്. നോട്ട് ഓൺലി ഇലക്ട്രിക് പോളറൈസേഷൻ ബട്ട് ഓൾസോ ദ മാഗ്നറ്റൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈ മെറ്റീരിയലിൽ പോളറൈസ് ചെയ്യുന്ന മെറ്റീരിയലിൽ ബൗണ്ട് ചാർജസ് ഉണ്ട്, ബൗണ്ട് ചാർജസും ബൗണ്ട് കറൻസും ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് എക്സ്റ്റേണലി കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാക്സ്വെൽസ് ഇക്വേഷനാണ് മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. മോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഴുതുന്ന മാക്സ്വെൽസ് ഇക്വേഷനിലൊക്കെ ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഫ്രീ ചാർജ് അല്ലെങ്കിൽ ഫ്രീ കറണ്ടിൻ്റെ ഫോർമാറ്റിലാണ് നമ്മൾ റിസൾട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ബൗണ്ട് കറൻസിൻ്റെയോ അല്ലെങ്കിൽ പോളറൈസേഷൻ്റെ എഫക്റ്റൊക്കെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെയൊക്കെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫ്രീ കറൻസിൻ്റെ അല്ലെങ്കിൽ ഫ്രീ ചാർജസിൻ്റെ റെപ്രസെൻറ്റേഷനിൽ മാക്സ്വെൽസ് ഇക്വേഷൻസ് റീഅറേഞ്ച് ചെയ്ത് എഴുതുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ എന്താണ് ബൗണ്ട് ചാർജസ് ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ ബൗണ്ട് കറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർജ് ഡെൻസിറ്റികളും കറണ്ട് ഡെൻസിറ്റികളൊക്കെ പറഞ്ഞു. ഇനി ടോട്ടൽ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫ്രീ ചാർജ് ഡെൻസിറ്റിയും ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയും കൺസിഡർ ചെയ്യണം. അതേപോലെ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഫ്രീ കറണ്ട് ഡെൻസിറ്റി, ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി, പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി, അങ്ങനെ 3 കറണ്ട് ഡെൻസിറ്റികളും നമുക്ക് കൺസിഡർ ചെയ്യണം. ഇതൊക്കെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മാക്സ്വെൽസ് ഇക്വേഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് പോളറൈസേഷൻ കറണ്ടിൻ്റെ പ്രസൻസ് നമുക്ക് സാധൂകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലായി. നൗ നമ്മൾ നമ്മുടെ ഇക്വേഷൻ മാക്സ്വെൽസ് ഇക്വേഷൻസ് എഴുതാൻ പോവുകയാണ്. മാക്സ്വെൽസ് ഇക്വേഷൻസ് എഴുതുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം നമ്മൾ എഴുതുന്നത് ടോട്ടൽ ചാർജ് ഡെൻസിറ്റി. നമ്മൾ ആദ്യം ടോട്ടൽ ചാർജ് ഡെൻസിറ്റിയാണ് എഴുതുന്നത്. ടോട്ടൽ ചാർജ് ഡെൻസിറ്റി റോ which is the sum of free charge density and bound charge density. നമുക്ക് ടോട്ടൽ ചാർജ് ഡെൻസിറ്റിനെ ഫ്രീ ചാർജ് ഡെൻസിറ്റിയും ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയുമായിട്ട് രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫ്രീ ചാർജ് ഡെൻസിറ്റിയുടെയും ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയുടെയും സമ്മാണ് എന്ത്? ടോട്ടൽ ചാർജ് ഡെൻസിറ്റി റോ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആൻഡ് റോ ബി ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ ചെയ്തത്? മൈനസ് ഡെൽ ഡോട്ട് പി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. റോ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി അല്ലേ? അപ്പോൾ നമ്മളത് ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ റോ ഇസ് ഈക്വൽ ടു റോ എഫ് പ്ലസ് മൈനസ് ഡെൽ ഡോട്ട് പി എന്നായിട്ട് മാറും. ഓർ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് റോ ഇസ് ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, റോ ഇസ് ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി. നമുക്കതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി, ടോട്ടൽ കറണ്ട് യൂണിറ്റ് ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി ജെ ഇസ് ഈക്വൽ ടു ഏതൊക്കെയാണുള്ളത്? ഫ്രീ കറണ്ട് ഡെൻസിറ്റി പ്ലസ് ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി പ്ലസ് പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി. 3 തരം കറണ്ട് ഡെൻസിറ്റികളാണ്. ചാർജ് ഡെൻസിറ്റി 2 ഉള്ളൂ, ഫ്രീ ചാർജ് ഡെൻസിറ്റിയും ബൗണ്ട് ചാർജ് ഡെൻസിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 3 വരുന്നുണ്ട്. ഫ്രീ കറണ്ട് ഡെൻസിറ്റി, ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി വിച്ച് ഇസ് അറൈസ് ഡ്യൂ ടു ദ മാഗ്നറ്റൈസേഷൻ ഓഫ് മെറ്റീരിയൽ, ആൻഡ്
JP, polarization current density, which is arised due to electric polarization of that material. Okay, അപ്പോൾ J is equal to total current density, J is equal to നമുക്ക് എഴുതാം JF plus JB. JBയുടെ എക്സ്പ്രഷൻ എന്താണ്? ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി JB is equal to, from equation number 2 it is equal to del cross M അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ JBക്ക് പകരം del cross M എന്ന് എഴുതാം പ്ലസ് JP നമ്മൾ നേരത്തെ കണ്ടു. JP എന്താണ്? ഡോ P ബൈ ഡോ ടി. നമ്മളതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡോ P ബൈ ഡോ ടി. ഓക്കെ, ഫ്രീ current density plus bound current density del cross M plus polarization current density dou P by dou T. Okay, so this is our equation number 5. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഈ മാക്സ്വെൽസ് ഇക്വേഷൻസിൽ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ റിലേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ റോയ്ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യണം? ഈ ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയുടെയും ഫ്രീ ചാർജ് ഡെൻസിറ്റിയുടെയൊക്കെ എക്സ്പ്രഷൻസും കൂടിയിട്ട് വേണം എന്ത് ചെയ്യാൻ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, സോ നൗ വി ആർ കൺസിഡറിങ് ദ മാക്സ്വെൽസ് റിലേഷൻ ദാറ്റ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. നമ്മളിപ്പോൾ പഠിച്ച മാക്സ്വെൽസ് റിലേഷൻസ് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണ്. ആ മാക്സ്വെൽസ് റിലേഷൻസ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0, del dot B is equal to 0, del cross E is equal to minus dou B by dou T, del cross B is equal to mu 0 into J plus epsilon 0 dou E by dou T. ഇതാണ് നമ്മൾ എഴുതിയിരുന്ന റിലേഷൻസ് അല്ലേ. നമ്മൾ ഈ റിലേഷൻസിൽ എന്ത് ചെയ്യാൻ പോവാണ്? റോയ്ക്ക് പകരവും ജെയ്ക്ക് പകരവും ഒക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ 5ഉം ഇക്വേഷൻ നമ്പർ 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 4 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷനിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുക എന്താണ്? ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ 0. ഞാൻ റോയിൽ 1 ബൈ എപ്സിലോൺ 0 പുറത്തേക്ക് ആദ്യം എടുത്ത് എഴുതുന്നു. ദെൻ ബാക്കിയുള്ളത് എന്താണ്? റോയ്ക്ക് പകരം റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് ടി. ഓക്കെ, ഇതിൽ എപ്സിലോൺ 0നെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സിംപ്ലൈസ് എപ്സിലോൺ 0 ഇൻറ്റു ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഡെൽ ഡോട്ടിൻ്റെ ടേമുകളൊക്കെ ഒരേ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദിസ്. എപ്സിലോൺ 0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ യു ക്യാൻ റൈറ്റ് ദിസ് ഇസ് ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഇ. ഈ മൈനസ് ഡെൽ ഡോട്ട് പി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ പ്ലസ് ഡെൽ ഡോട്ട് പി എന്നാണ് കിട്ടുക, ഈക്വൽ ടു റോ എഫ്. ഓക്കെ, രണ്ടിലും ഡെൽ ഡോട്ട് ഉണ്ടല്ലോ. സോ ഐ ആം ടേക്കിംഗ് ദിസ് ഡെൽ ഡോട്ട് കോമൺലി ഔട്ട് സൈഡ്. ദെൻ ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഇ പ്ലസ് പി ഇസ് ഈക്വൽ ടു റോ എഫ് എന്നായിട്ട് മാറി. എപ്സിലോൺ 0 ഇ പ്ലസ് പി ഇസ് ഈക്വൽ ടു റോ എഫ് എന്നായിട്ട് മാറി. ഓക്കെ, from this we can write this as del dot d is equal to rho f എന്നായിട്ട് മാറ്റി. del dot d is equal to rho f എന്നായിട്ട് മാറ്റി. del dot d is equal to rho f. ഇതും നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻസിൻ്റെ മാറ്ററിലുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് എന്ന് പറയുന്നത്. വേർ ഡി, ഇവിടെ ഡി എന്ന് പറയുന്നത് എന്താണ്?
ഈ മൊത്തം ടേമിന് പകരമാണ് നമ്മൾ എന്തായിട്ട് എഴുതിയത്, ഡി എന്ന് എഴുതിയത് അല്ലേ. സോ ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി. ഡി എന്ന് പറയുന്നത് എപ്സിലോൺ 0 ഇ പ്ലസ് പി ആണ്. ഡിക്ക് പറയുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡി ഇസ് ദി ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, നൗ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. അവിടെ നമ്മുടെ രണ്ടാമത്തെ മാക്സ്വെല്ലിൻ്റെ റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. അല്ലേ, ഈ ഇക്വേഷനിൽ നമുക്ക് എന്തില്ല, യാതൊരു ചേഞ്ചും ഇല്ല. ഈ ഇക്വേഷനിൽ യാതൊരു ചേഞ്ചും ഇല്ല. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ടി. ഇതിലും ജെയോ റോയോ ഒന്നും വരുന്നില്ല. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഫോർത്ത് മാക്സ്വെല്ലിൻ്റെ റിലേഷനാണ്. ഫോർത്ത് റിലേഷനാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ആ ഫോർത്ത് റിലേഷൻ എന്താണുള്ളത്, ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ പ്ലസ് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. അവിടെ ജെ എന്ന് പറയുന്നൊരു ടേം ഉണ്ട് അല്ലേ. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ അവർ മാക്സ്വെൽസ് ഫോർത്ത് റിലേഷൻ. ആ ഫോർത്ത് റിലേഷൻ നോക്കാം നമുക്ക്. ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ജെ പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. നമ്മൾ ഈ ഇക്വേഷനിൽ മ്യൂ 0 ഇൻറ്റു ജെ പ്ലസ് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്നാണ് എഴുതിയിരുന്നത്. അവിടെ മ്യൂ 0 രണ്ടിനും കോമൺ ആണ്. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, മ്യൂ 0 കൊണ്ട് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയതാണ്. ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം, ജെക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, ജെ എഫ് പ്ലസ് ഡെൽ ക്രോസ് എം പ്ലസ് ഡോ പി ബൈ ഡോ ടി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ജെ എഫ് പ്ലസ് ദാറ്റ് ഈസ് ഫ്രീ കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി ഡെൽ ക്രോസ് എം പ്ലസ് പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി ഡോ പി ബൈ ഡോ ടി പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്നായിട്ട് മാറ്റി എഴുതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഡെൽ ഡോട്ട് എന്ന് പറയുന്ന ടേം എല്ലാം ഒരു സൈഡിലേക്ക് ആക്കുകയാണ് ചെയ്തത്. ഇവിടെ ആണെങ്കിൽ നമുക്കുള്ളത് ഡെൽ ക്രോസ് എന്ന് പറയുന്ന ടേമാണ് രണ്ട് സൈഡിലുള്ളത് അല്ലേ. അപ്പോൾ ആ ഡെൽ ക്രോസിൻ്റെ ടേമുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഡെൽ ക്രോസ് ബി ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് വരും. ഇവിടെ ശ്രദ്ധിക്കുക, മ്യൂ 0 എല്ലാത്തിനും ബാധകമാണ് അല്ലേ. അപ്പോൾ മ്യൂ 0യും എടുക്കണം. മ്യൂ 0 ഇൻറ്റു ഡെൽ ക്രോസ് എം എന്നായിട്ട് മാറും. റൈറ്റ് ഹാൻഡ് സൈഡിൽ മ്യൂ 0 ജെ എഫ് പ്ലസ് മ്യൂ 0 ഇതിലുണ്ട് ഡോ പി ബൈ ഡോ ടി പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്നായിട്ട് മാറും. ഓക്കെ, ഇനി വീണ്ടും ദിസ് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് ബി മൈനസ് മ്യൂ 0 എന്ന് പറയുന്നത് എന്താണ്, പെർമിയബിലിറ്റി ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. നമുക്കത് ഡെല്ലിൻ്റെ ഉള്ളിലേക്ക് എഴുതിയാലും കുഴപ്പമില്ല. ഡെൽ ക്രോസ് മ്യൂ 0 എം എന്നാക്കി എഴുതിയാലും പ്രശ്നമില്ല. ഓക്കെ, ഈക്വൽ ടു മ്യൂ 0 ജെ എഫ് പ്ലസ് മ്യൂ 0 ഇൻറ്റു ഈ ഡോ പി ബൈ ഡോ ടി ഇതിൽ ഡോ ഇ ബൈ ഡോ ടി ഉണ്ട്. അപ്പോൾ ഡോ ബൈ ഡോ ടികളുടെ ടേമൊക്കെ നമ്മൾ ഒരുമിച്ച് ആക്കുകയാണ്. അപ്പോൾ മ്യൂ 0 ഇൻറ്റു എന്താ വരിക, ഇതിന്ന് രണ്ടിന്നും ഡോ ബൈ ഡോ ടി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണം. സോ ഐ ആം ടേക്കിംഗ് ഡോ ബൈ ഡോ ടി ഓഫ്, ഇതിൽ പി ഉണ്ട്, ഇതിൽ നമ്മൾ എഴുതാത്ത മ്യൂ 0 ഓൾറെഡി എഴുതി, പിന്നെ ആരാളുള്ളത്, എപ്സിലോൺ 0 ഉണ്ട്, ഇ ഉണ്ട്. പി പ്ലസ് എപ്സിലോൺ 0 ഇ എന്നായിട്ട് മാറി. ഇപ്പോൾ ഇടയിലുള്ള സിമ്പിൾ പി അല്ലേ.
മ്യൂ സീറോ ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് പി പ്ലസ് എപ്സിലോൺ സീറോ ഇ എന്നായിട്ട് മാറ്റി എഴുതി. ഓക്കെ, ഇനി പി പ്ലസ് എപ്സിലോൺ സീറോ ഇ എന്താണത്? പി പ്ലസ് എപ്സിലോൺ സീറോ ഇ ഡി അല്ലേ? അപ്പോൾ നമുക്ക് പി പ്ലസ് എപ്സിലോൺ സീറോ ഇക്ക് പകരം എന്ത് കൊടുക്കാം? ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ ഇവിടെ രണ്ടിലും ഡെൽ ക്രോസ് ഉണ്ട്, അപ്പോൾ ഡെൽ ക്രോസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എഴുതുകയും ചെയ്യാം. അപ്പോൾ ഡെൽ ക്രോസ് ബി മൈനസ് മ്യൂ സീറോ എം അല്ലേ? ഡെൽ ക്രോസ് കോമൺ ആയിട്ട് പുറത്തേക്ക് വന്നു. മ്യൂ സീറോ ഇൻറ്റു ജെ എഫ് പ്ലസ് മ്യൂ സീറോ ഇൻറ്റു ഡോ ഡി ബൈ ഡോ ടി എന്നായിട്ട് മാറി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ മ്യൂ സീറോ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മ്യൂ സീറോനെയൊക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി. മ്യൂ സീറോ രണ്ടിലും കോമൺ ആണ്, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓർ യു ക്യാൻ റൈറ്റ് ദിസ് ലൈക്ക് ദിസ്, മ്യൂ സീറോ ഇൻറ്റു ജെ എഫ് പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ മ്യൂ സീറോനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താ കിട്ടുക? ഡെൽ ക്രോസ് മ്യൂ സീറോ ഓരോ ടേമിനും കൊടുത്തു കഴിഞ്ഞാൽ ബി ബൈ മ്യൂ സീറോ മൈനസ് എം അല്ല, ഈ മ്യൂ സീറോ ക്യാൻസലായിപ്പോയി, ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് കിട്ടും. ഓക്കെ, ബി ബൈ മ്യൂ സീറോ മൈനസ് എം, ഡെൽ ക്രോസ് ബി ബൈ മ്യൂ സീറോ മൈനസ് എം ഈസ് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് കിട്ടും. സോ ദിസ് ബി ബൈ മ്യൂ സീറോ മൈനസ് എം അതിന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? ഇതിന് പകരമായിട്ട് എച്ച് എന്നാണ് എഴുതുക. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്നായിട്ട് മാറും. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഇക്വേഷൻ നമ്പർ 4. നമ്മുടെ മാക്സ്വെല്ലിൻ്റെ നാലാമത്തെ ഇക്വേഷൻ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമ്മൾ നോക്കിയാൽ കാണാം ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഡോ ഡി ബൈ ഡോ ടി അല്ലേ? അപ്പോൾ ഇവിടെ ഡോ ഡി ബൈ ഡോ ടി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വലൻ്റ് ടു ജെ ഡി. ജെ ഡി ഈസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി എന്ന് പറയാം. ജെ ഡി ഇസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി. അപ്പോൾ നമ്മൾ ഈ ജെ ഡിക്ക് വിളിക്കുന്ന പേരാണെന്ത്? ദിസ് ജെ ഡി ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഓക്കെ, ജെ ഡി ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡെൽ ക്രോസ് ഇയുടെ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്നുള്ളതും ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഇക്വേഷനും യാതൊരുവിധ ചേഞ്ചും വരില്ല. കാരണം എന്താണ്? അവിടെയൊന്നും മീഡിയം അല്ലെങ്കിൽ അവിടെയൊന്നും ജെയോ അല്ലെങ്കിൽ റോയോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻസിനൊന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മോഡിഫിക്കേഷൻ വരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ മാക്സ്വെല്ലിൻ്റെ മാറ്ററിലുള്ള ഇക്വേഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് എഴുതുക? Maxwell's equations inside matter ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഇതാണ്. ഒന്ന്, ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ്. രണ്ട്, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ, ചേഞ്ച് ഒന്നും വരുത്തേണ്ട കാര്യമില്ല ആ ഇക്വേഷന്. മൂന്നാമത്തെ, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. നാലാമത്തെ, ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. Okay, so these are the four relations or Maxwell's relations inside matter, or these are the Maxwell's relations in materials that can subject to the both electric and magnetic polarizations. Electric polarizationum magnetizationum വരുത്താവുന്ന മെറ്റീരിയലിലുള്ള മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഈ 4 ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് നോക്കാനുള്ളത്, നമ്മളിവിടെ കൊടുത്ത ചില റീപ്ലേസ്മെൻറ്റുകൾ വെച്ചിട്ട് പോളറൈസേഷൻ്റെയും ഇതിൻ്റെയൊക്കെ എക്സ്പ്രഷൻ വെച്ചിട്ട് ഇവിടെ
ചെറിയൊരു ചേഞ്ച് കൂടി നമ്മൾ ഈ ഇക്വേഷൻസിനൊക്കെ ഒന്ന് ചെറിയ ചേഞ്ച് അല്ല, നമ്മുടെ ഫ്രീ സ്പേസിലുള്ള ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി, ഫ്രീ സ്പേസിലുള്ള സസെപ്റ്റിബിലിറ്റിയും ഈ പോളറൈസ് ചെയ്യാവുന്ന മെറ്റീരിയലിലെ സസെപ്റ്റിബിലിറ്റി തമ്മിലുള്ള ഒരു റിലേഷൻ, അതേപോലെ മാഗ്നറ്റിക് പെർമിയബിലിറ്റികൾ തമ്മിലുള്ള റിലേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ലീനിയർ മീഡിയത്തിൻ്റെ കേസിൽ ഫോർ എ ലീനിയർ മീഡിയ പോളറൈസേഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും. പോളറൈസേഷൻ P ഇൻ ലീനിയർ മീഡിയ എന്താ വരിക? P is equal to epsilon 0 chi E എന്ന് വരും. P is equal to epsilon 0 chi E. And magnetization M, capital M is equal to എന്താണ്? chi M H എന്നുള്ള ഒരു റിലേഷനുണ്ട്. P is equal to epsilon 0 chi യും മാഗ്നറ്റൈസേഷൻ M is equal to chi M H എന്ന് പറയുന്ന ഒരു റിലേഷനുണ്ട്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ D is equal to, D നമ്മൾ എന്താ എഴുതിയത്? എപ്സിലോൺ 0 E പ്ലസ് പി. ആൻഡ് ദാറ്റ് ഈസ് ഇതിനെ തന്നെ ഡിക്ക് എഴുതുന്ന മറ്റൊരു റിലേഷൻ എപ്സിലോൺ ഇ എന്നുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ D is equal to എപ്സിലോൺ ഇ ആണ്. അതേപോലെ H is equal to mu B, sorry B by mu. H is equal to B by mu. ഓക്കെ, D is equal to എപ്സിലോൺ ഇയും H is equal to B by mu. അപ്പോൾ ഈ റിലേഷൻസൊക്കെ നമ്മൾ പരസ്പരം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സസെപ്റ്റിബിലിറ്റിയുടെ എക്സ്പ്രഷൻ, എപ്സിലോണിൻ്റെയും മ്യൂവിൻ്റെയും എക്സ്പ്രഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. Okay, so compare these two. D is equal to epsilon E, that is equal to epsilon 0 E plus P. ഓക്കെ, പി ഒരു വെക്ടറാണ്. പിക്ക് കിട്ടിയ പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? എപ്സിലോൺ 0 ഖൈ ഇ ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഡി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എപ്സിലോൺ ഇ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് എപ്സിലോൺ 0 ഖൈ ഇ എന്ന് കിട്ടും അല്ലേ? രണ്ടിലും എപ്സിലോൺ 0യും ഇയും ഉണ്ട്. ഞാൻ എഴുതുന്നു എപ്സിലോൺ 0 ഇ ഇൻറ്റു 1 പ്ലസ് ഖൈ ഇ. ഓക്കെ, ഈ രണ്ട് റിലേഷനിൽ നമ്മൾ ഇ ഉണ്ട്. ഇഫ് യു ക്യാൻസൽ ദീസ് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു 1 പ്ലസ് ഖൈ ഇ. ഓക്കെ, സോ ദിസ് ഇസ് എ റിലേഷൻ that relates susceptibility, permittivity of the medium and permittivity in free space. Okay, അതേപോലെ തന്നെ നമ്മൾ എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ എന്ന് പറയുന്ന റിലേഷൻ കണ്ടു. അതേപോലെ എച്ചിന് നമ്മൾ എഴുതിയ മറ്റൊരു റിലേഷനാണ് എന്ത്? എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ. അത് നമ്മൾ ജസ്റ്റ് മുകളിൽ എഴുതിയ റിലേഷനാണ്. അതേപോലെ എന്തിനു പകരം നമ്മളിവിടെ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ 0 മൈനസ് എം. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ബൈ മ്യൂ 0 മൈനസ് എം. അങ്ങനെ ഒരു റിലേഷൻ നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ എം ഇസ് ഈക്വൽ ടു, ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു ഖൈ എം ഇൻറ്റു എച്ച്. ലുക്ക് അറ്റ് ദിസ്. ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു ഖൈ എം ഇൻറ്റു എച്ച് ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ക്യാപിറ്റൽ എമ്മിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ബി ബൈ മ്യൂ 0 മൈനസ് ഖൈ എം ഇൻറ്റു എച്ച് എന്ന് കിട്ടും. അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. എച്ച് ഇസ് ഈക്വൽ ടു
ബി ബൈ മ്യൂ സീറോ മൈനസ് ഖൈ എം ഇൻറ്റു എച്ച്. എച്ചിൻ്റെ ടേമുകളൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എച്ച് പ്ലസ് ഖൈ എം എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ സീറോ. ഓക്കെ, രണ്ടിലും എച്ച് ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എച്ച് ഇൻറ്റു 1 പ്ലസ് ഖൈ എം ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ സീറോ. ഓക്കെ, ഫ്രം ദിസ് എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ സീറോ ഇൻറ്റു 1 പ്ലസ് ഖൈ എം എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ നമ്മൾ എച്ചിന് എഴുതിയ മറ്റൊരു റിലേഷനാണ് എന്ത്? എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ ആണ്. സോ കമ്പയർ ദീസ് ടു, യു ക്യാൻ റൈറ്റ് ദാസ് ആസ് മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു 1 പ്ലസ് ഖൈ എം. അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ബി മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു 1 പ്ലസ് ഖൈ എം. ഓക്കെ, സോ നമുക്ക് രണ്ട് പെർമിറ്റിവിറ്റികളും പെർമിയബിലിറ്റികളും നമ്മൾ റിലേറ്റ് ചെയ്യാനുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മളിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നൊരു ടേം ജെ ഡി എന്നുള്ളത് പറഞ്ഞിരുന്നു. ആ ടേമിനൊരു പ്രത്യേകത ഉണ്ട്. ദിസ് ഇസ് ജെ ഡി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി. This has no direct relation with ordinary current. Ordinary current direct relations ഒന്നും ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനില്ല. This is arise due to the dimensional considerations. Okay, ഡയമെൻഷണൽ ഈക്വാലിറ്റിയുടെ ബേസിലാണ് ഈ റിലേഷൻസൊക്കെ പ്രിഡോമിനൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻസൈഡ് മാറ്റർ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നുകൂടി നമ്മൾ ആലോചിക്കുക. ഒരു മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്തു? പോളറൈസ് ചെയ്യാവുന്ന മെറ്റീരിയലാണെങ്കിൽ അതിന് ഇലക്ട്രിക് ആൻഡ് ആൻറ്റി പോളറൈസേഷന് സബ്ജക്റ്റ് ചെയ്യാവുന്ന സബ്ജക്റ്റ് ആവുന്ന മെറ്റീരിയലാണെങ്കിൽ, അത് എഫക്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണെങ്കിൽ നമ്മൾ ആ മെറ്റീരിയലിനെ പോളറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഡിഫറെൻറ്റ് പ്ലേസസിൽ അല്ലെങ്കിൽ രണ്ട് എൻഡിലും എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും അല്ലേ? സോ ഈ പോളറൈസേഷന് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള സിഗ്മ ബിയുടെ വാല്യൂവിന് ചേഞ്ച് സംഭവിക്കും. സിഗ്മ ബിക്ക് ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. That current flow is arise due to the change in polarization, and that current is known as polarization current density indicated by the symbol Jp. ഓക്കെ, പിന്നെ മെറ്റീരിയലിലുള്ള ബൗണ്ട് ചാർജസ് കൊണ്ട് ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയും ബൗണ്ട് കറണ്ട് കൊണ്ട് ബൗണ്ട് കറണ്ട് ഡെൻസിറ്റിയും ഉണ്ടാകുന്നുണ്ട്. ബൗണ്ട് കറണ്ട് ഡെൻസിറ്റിക്കുള്ള കാരണം മാഗ്നറ്റൈസേഷൻ ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ഡെൽ ക്രോസ് എം. ആൻഡ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി റോ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ചാർജ് ഡെൻസിറ്റിയുടെയും ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയുടെയും സമ്മാണെന്നും, ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫ്രീ കറണ്ട് ഡെൻസിറ്റിയുടെയും ബൗണ്ട് കറണ്ട് ഡെൻസിറ്റിയുടെയും പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റിയുടെയും സമ്മാണെന്ന് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള മാക്സ്വെൽസ് റിലേഷൻസിൽ റോയ്ക്ക് പകരം റോ എഫ് പ്ലസ് റോ ബിയും ജെക്ക് പകരം ജെ എഫ് പ്ലസ് ജെ ബി പ്ലസ് ജെ പിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ജെ ബി എന്ന് പറയുന്ന ഡെൽ ക്രോസ് എമ്മും ജെ പി എന്ന് പറയുന്ന ഡോ പി ബൈ ഡോ ടിയും നമ്മൾ ആഡ് ചെയ്യും. അതേപോലെ ജെ ബി റോ ബിക്ക് പകരം മൈനസ് ഡെൽ ഡോട്ട് പിയും നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റിലേഷൻസാണ് ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ എഫ്, ഡെൽ ഡോട്ട് ബിയും ഡെൽ ക്രോസ് ഇയും അത് രണ്ടും പഴയ റിലേഷൻസ് തന്നെയാണ്, അതിനൊന്നും ചേഞ്ച് വരുന്നില്ല. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് കിട്ടും. അതിൽ ഡോ ഡി ബൈ ഡോ ടിക്ക് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി. ഓക്കെ, ദിസ് ഇസ് ഫോർ ദ ഡേ. താങ്ക് യു.